ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 30-ാമത്തെ ആയത്ത്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قال إني أعلم ما لا تعلمون. താങ്കളുടെ നാഥൻ മലക്കുകളോട് ഞാൻ ഭൂമിയിൽ ഒരു പിൻഗാമിയെ നിയോഗിക്കുക തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ, അവിടെ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിയോഗിക്കുകയാണോ? ഞങ്ങളാണെങ്കിൽ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് മലക്കുകൾ പറഞ്ഞത്. അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ എന്ന് 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായിട്ടും നീട്ടാം. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഇന്നി നൂനിന് ഒന്ന ഷദ് വന്നിട്ടുണ്ട്, മണിച്ചു കൊണ്ടുപോകുക. ജാഇലുൻ ഫി, ജാഇലുൻ എന്നത് ജാഇലുൻ ഫി എന്ന് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് മറച്ചു കൊണ്ടുപോകുക. ഖലീഫ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവിടെ നിർത്താം, കൂട്ടി ഓതുന്നതാണ് ഉത്തമം. ഖാലൂ അതജഅലു, അവിടെ ഖാലൂ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ 4-5 ഹർക്കത്ത് അളവിൽ നീട്ടാവുന്നതാണ്. മൻ യുഫ്സിദു ഫീഹ, മൻ യുഫ്സിദു എന്നത് മൻ യുഫ്സിദു ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ച് ഓതുക. വയസ്ഫികു ദിമാ, ദിമാ എന്ന് 4-5 ഹർക്കത്ത് അളവിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ടതുണ്ട്. ഖാല ഇന്നി അഅലമു, ഇന്നി നൂനിന് ഷദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചു കൊണ്ടുപോകുക. ഇന്നി അഅലമു വേണമെങ്കിൽ 4-5 ഹർക്കത്ത് അളവിൽ നീട്ടി ഓതാം, നിർബന്ധമില്ല. സൂറത്തുൽ ബഖറയിലെ 21 മുതൽ 29 വരെ വചനങ്ങളിൽ നമുക്ക് ഒരു ആശയചക്രം കാണാനാവും. 21, 22 വചനങ്ങളിൽ അള്ളാഹുവാണ് ആരാധ്യനെന്ന് പ്രഖ്യാപിക്കുകയും അതിന് തെളിവായി അവനാണ് സ്രഷ്ടാവെന്ന വസ്തുതയും ഭൂമിയിൽ മനുഷ്യർക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങളും ഉപരിലോകത്തെ മേൽക്കൂരയാക്കിയതുമെല്ലാം പ്രതിപാദിക്കുകയും ചെയ്യുന്നു. 28, 29 വചനങ്ങളിൽ ആർക്കും അള്ളാഹുവിനെ നിഷേധിക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുകയും അതിന് ഉപോത്ബലകമായി മനുഷ്യരുടെ ജനിമൃതികളെ സംവിധാനിച്ചതിനെയും ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെയുമെല്ലാം കുറിച്ച് പറയുന്നു. ചക്രത്തിലെ ആദ്യ വചനങ്ങളുടെ പ്രതിബിംബമാണ് അവസാന വചനങ്ങൾ. 23, 24 വചനങ്ങളിൽ ദൈവിക ഗ്രന്ഥത്തിന്റെ വെല്ലുവിളിയാണുള്ളത്. 25, 26 വചനങ്ങളിൽ അവയുടെ പ്രതിബിംബമായി ദൈവിക വചനങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. ഇവയ്ക്ക് നടുവിലുള്ള 25-ാം വചനത്തിൽ പടച്ചവനെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും അവന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കാനിരിക്കുന്നതും നിഷേധിക്കുന്നവർക്ക് നഷ്ടപ്പെടുന്നതുമായ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച പ്രതിപാദനങ്ങളാണുള്ളത്. സ്വർഗമെന്ന കേന്ദ്ര പ്രമേയത്തിനു ചുറ്റുമുള്ള വചനങ്ങളുടെ ഒരു ചക്രമായാണ് 21 മുതൽ 29 വരെയുള്ള വചനങ്ങൾ അനുവാചകർക്ക് അനുഭവപ്പെടുക. സ്വർഗപ്രവേശനത്തിന് എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്ന ചക്രം. സ്വർഗത്തിലാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത്. അവിടേക്ക് തിരിച്ചു ചെല്ലാനാണ് അവർ പരിശ്രമിക്കേണ്ടത്. എങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി? അതാണ് 30 മുതലുള്ള വചനങ്ങളിലെ പ്രതിപാദ്യം. 30-ാമത്തെ വചനം ആരംഭിക്കുന്നത് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞപ്പോൾ വഇദ് ഖാല റബ്ബുക ലിൽ മലായിക എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ്. ഖുർആനിൽ ആദ്യമായാണ് മലക്കുകളെക്കുറിച്ച പരാമർശങ്ങൾ കടന്നുവരുന്നത്. മലക്കിന്റെ ബഹുവചനമായ മലായിക്കത്ത് എന്നാണ് ഈ വചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഇസ്ലാമിലെ 6 വിശ്വാസ കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ്
മലക്കുകളിലുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ സവിശേഷമായ പരിശുദ്ധ സൃഷ്ടികളാണ് മലക്കുകൾ. സെമിറ്റിക് ഭാഷകളിലെല്ലാം പടച്ചവന്റെ വിശുദ്ധ സൃഷ്ടികളെ വിളിച്ചിരിക്കുന്ന പേരാണ് മലക്ക്. തോറയിൽ മലക്ക് എന്നും ബഹുവചനമായ മലാക്കിം എന്നും നിരവധി തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിബ്രുവിൽ മലക്ക് എന്നാൽ ദൂതൻ എന്നാണ് അർത്ഥം. എന്നാൽ മനുഷ്യരായ ദൂതന്മാരെക്കുറിച്ച് പറയുമ്പോൾ തോറയോ മറ്റേതെങ്കിലും പഴയ നിയമകൃതികളോ മലക്ക് എന്നല്ല, ഷാലിയാഹ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പടച്ചവന്റെ വിശുദ്ധ സൃഷ്ടിയെ കുറിക്കുവാൻ മാത്രമേ ഖുർആനിലും പഴയ വേദങ്ങളിലുമെല്ലാം മലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂവെന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. തോറയിൽ ആദ്യമായി മലക്കുകളെക്കുറിച്ച പരാമർശം കാണുന്നത് അബ്രഹാമിന്റെ കഥ പറയുമ്പോൾ ഹാഗാറിനോട് സംസാരിക്കുന്നതായാണ്. ഉൽപ്പത്തി 16:7-13 വരെ. ആദാമിനെക്കുറിച്ചോ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചോ ഉള്ള പരാമർശങ്ങൾക്കിടയിലൊന്നും തന്നെ മാലാഖമാരെക്കുറിച്ച വർത്തമാനങ്ങളൊന്നും പഴയ പുതിയ നിയമഗ്രന്ഥങ്ങളിലൊന്നുമില്ല. മലക്കുകളുമായുള്ള ഈ ദൈവിക സംഭാഷണം പരാമർശിക്കുന്ന ഒരേയൊരു വേദഗ്രന്ഥം ഖുർആനാണ്. ആദാമിന്റെ സൃഷ്ടിക്ക് മുമ്പ് മലക്കുകളുമായി അക്കാര്യം ചർച്ച ചെയ്തിരുന്നതായി ചില യഹൂദ പാരമ്പര്യങ്ങളിൽ ഉണ്ടെന്നത് ശരിയാണ്. ഖുർആനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കഥനമാണ് അവയിലുള്ളത്. തൽമൂദിലെ തോറ വ്യാഖ്യാനമായ മിദ്രാഷ് തെഹ്ലിമിൽ ഇങ്ങനെ വായിക്കാം: നമ്മുടെ ഛായയിൽ നാം മനുഷ്യനെ നിർമ്മിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ മലക്കുകൾക്ക് അസൂയയായി. നീ എന്താണ് മനുഷ്യരെക്കുറിച്ച് കരുതുന്നത്? പൂർണ്ണമായും കള്ളവും വെറുപ്പും സ്പർദ്ധയും മാത്രമുള്ള ഒരു സൃഷ്ടി. എന്നാൽ സ്നേഹത്തിന്റെ മലക്കുകൾ അവന് അനുകൂലമായി സംസാരിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഭൂമിയിൽ നിന്ന് സത്യം പുറത്തു വരട്ടെ. മിദ്രാഷ് തെഹ്ലിം 8. ദൈവം കൂടിയാലോചിച്ചപ്പോൾ കള്ളത്തിന്റെയും കുഴപ്പത്തിന്റെയും സൃഷ്ടി എന്തിനാണെന്ന് ചോദിച്ച് മനുഷ്യ സൃഷ്ടിക്ക് എതിര് നിന്നത് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മലക്കുകളായിരുന്നുവെന്നും മനുഷ്യ സ്നേഹത്തെയും നീതിയോടുള്ള അവന്റെ അഭിവാഞ്ചയെയും കുറിച്ച് സൂചിപ്പിച്ച് അനുകൂലമായി നിന്നത് സ്നേഹത്തിന്റെയും നീതിയുടെയും മലക്കുകളായിരുന്നുവെന്നും പ്രസിദ്ധ അമേരിക്കൻ തൽമൂദ് പണ്ഡിതനായ റബ്ബി ലൂയിസ് ഗിൻസ്ബർഗ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലെഗൻസ് ഓഫ് ദ ജൂസ് എന്ന പുസ്തകത്തിൽ അതിന്റെ 1-ാം വാള്യത്തിൽ 52 മുതൽ 54 വരെയുള്ള പേജുകളിൽ ഖുർആനിലേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മിദ്രാഷിലുള്ള ഈ സംഭാഷണമെന്ന് അത് വായിക്കുന്നവർക്കെല്ലാം ബോധ്യപ്പെടും. വിശുദ്ധ സൃഷ്ടികളായ മലക്കുകൾക്ക് അസൂയയുണ്ടായി എന്ന രീതിയിലുള്ള കഥാകഥനം ഖുർആൻ അംഗീകരിക്കുന്നില്ല. മലക്കുകളുമായി പടച്ചവൻ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് കൂടിയാലോചിച്ചുവെന്ന് ഖുർആനിലില്ല. അവരെ ഇക്കാര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ദൈവ തീരുമാനത്തെ മലക്കുകൾ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ തിരുത്താൻ ശ്രമിക്കുകയോ അല്ല, അതേക്കുറിച്ച് സംശയമുന്നയിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയാനാകാത്തത് എനിക്കറിയാം എന്ന് പടച്ചവൻ പറഞ്ഞതോടെ ആ സംശയം തീരുകയും ചെയ്തു. വാക്കുകളാൽ അവർ അവനെ മറികടക്കുകയില്ല. അവന്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. 21-ാം അധ്യായം 27-ാം വചനത്തിലൂടെ എന്നാണ് മലക്കുകളെക്കുറിച്ച് ഖുർആൻ പറയുന്നതെന്ന വസ്തുത ദൈവവുമായി മലക്കുകൾ തർക്കിച്ചുവെന്ന മിദ്രാഷ് കഥനത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നു. ഞാൻ ഭൂമിയിൽ ഒരു പിൻഗാമിയെ നിയോഗിക്കുക തന്നെയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ് അള്ളാഹു മലക്കുകളെ അറിയിച്ചത്. പിൻഗാമി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഖലീഫ എന്ന പദത്തെയാണ്. പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നെല്ലാം അർത്ഥം നൽകാവുന്ന പദമാണിത്. മുൻഭാഗം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ള ഗുദ്ദാമിന്റെ വിപരീതമായ ഖൽഫിൽ നിന്ന് നിഷ്പന്നമായതാണ് ഖലീഫ. ഒരാൾക്ക് പിന്നിൽ വരികയും അയാളുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നയാൾ എന്നാണ് ഖലീഫയ്ക്ക് നിഘണ്ടുക്കൾ നൽകുന്ന സാരം. ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയും ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് ശേഷം മറ്റൊരു കാലത്തുള്ളവരുമായി വന്നുകൊണ്ടിരിക്കുന്ന ജനം എന്നാണ് ഖലീഫയ്ക്ക് പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ നൽകുന്ന നിർവചനം.
ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ജിന്ന് വർഗത്തെ നീക്കം ചെയ്ത ശേഷം അവിടെ ആദമിനെ നിയോഗിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഖലീഫ എന്ന് പ്രയോഗിച്ചതെന്ന് ചിലർ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ സന്തതികൾക്കിടയിൽ ആദം വിധി കൽപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഖലീഫ എന്ന് വിളിച്ചതെന്ന് മറ്റു ചിലർ. ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായി മാറിവരുന്ന സമുദായങ്ങളായാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നതിനാൽ മനുഷ്യരെല്ലാം ഖലീഫയാണെന്ന് മൂന്നാമത്തെ വിഭാഗം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പ്രകാരം ഭൂമിയിൽ ജീവിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യേണ്ടവരാണ് മനുഷ്യരെന്നതിനാൽ അവർ ഖലീഫയാണെന്ന് നാലാമത്തെ വിഭാഗം. ഖലീഫയെ നിയോഗിക്കുന്നുവെന്ന അള്ളാഹുവിന്റെ പ്രസ്താവന എന്താണ് അർത്ഥമാക്കുന്നതെന്ന കാര്യത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളാണിവ. പണ്ഡിതന്മാരുടെ സ്വന്തമായ ചില നിഗമനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ അഭിപ്രായങ്ങളെല്ലാം ഒരേ വസ്തുതയുടെ വ്യത്യസ്ത മാനങ്ങളാണെന്ന് കാണാനാവും. പിന്തുടർച്ചക്കാരൻ എന്ന രൂപത്തിലും 6-ാം അധ്യായം 165-ാം വചനം, പിൻഗാമി എന്ന അർത്ഥത്തിലും 43-ാം അധ്യായം 60-ാം വചനം, പ്രതിനിധി എന്ന ആശയത്തിലും 35-ാം അധ്യായം 39-ാം വചനം, അധികാരി എന്ന വിവക്ഷയിലുമെല്ലാം 38-ാം അധ്യായം 26-ാം വചനം. ഖുർആനിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഖലീഫ എന്ന് പ്രയോഗിച്ചതായി മനസ്സിലാകുന്നുണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കണം ഈ വചനത്തിലെ ഖലീഫ പ്രയോഗം. നിർവചനങ്ങൾക്കപ്പുറം ഖലീഫ നിയോഗത്തിന്റെ ലക്ഷ്യമെന്തെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് അതേക്കുറിച്ച് അറിയിച്ചപ്പോഴുള്ള മലക്കുകളുടെ പ്രതികരണം. അവിടെ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിയോഗിക്കുകയാണോ? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അതജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. മനുഷ്യാസ്തിത്വത്തിന്റെ തീവ്ര വിരുദ്ധ ഭാവങ്ങളെ വ്യക്തമാക്കുകയാണ് ഈ പ്രതികരണം. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും കലാപങ്ങൾ ഉണ്ടാക്കി ചോര ചിന്തുകയും ചെയ്യുക. മനുഷ്യാസ്തിത്വത്തിന്റെ ഋണാത്മകവും വികൃതവുമായ മുഖം. ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുകയും പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുക. മനുഷ്യാസ്തിത്വത്തിന്റെ ധനാത്മകവും ധന്യവുമായ മുഖം. ഖലീഫ കൊണ്ടുള്ള ആത്യന്തികമായ വിവക്ഷ എന്താണെന്ന് ഈ സംശയത്തിൽ നിന്ന് വ്യക്തം. ജിന്നുകളെപ്പോലെ അധപ്പതിക്കാനും മലക്കുകളുടെ ഔന്നത്യത്തിൽ എത്താനും കഴിയുന്ന സ്വന്തം ഇഷ്ടപ്രകാരം അവയിലേതും തെരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യവുമുള്ള സൃഷ്ടി. ആ സ്വാതന്ത്ര്യം മനുഷ്യരെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അറിവും സംസ്കാരവും പകർന്നു കൊടുക്കാൻ പ്രാപ്തമാക്കുന്നു. ആ സ്വാതന്ത്ര്യം വഴി ഭൂമിയെ അടക്കി വാഴുവാനുള്ള സാമർഥ്യം അവനുണ്ടാകുന്നു. ആ സ്വാതന്ത്ര്യം വഴി ഭൂപ്രദേശങ്ങളിൽ നന്മയും നീതിയും നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ അവന് കഴിയുന്നു. കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി സഹജീവികളെ ദുരിതത്തിലാഴ്ത്തുവാൻ കഴിയുന്നതും ഈ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ. മനുഷ്യാസ്തിത്വത്തിന്റെ 2 ഭാവങ്ങളെക്കുറിച്ചും മലക്കുകൾക്കറിയാമെന്നാണ് അവരുടെ പ്രതികരണത്തിനർത്ഥം. എങ്ങനെ അറിഞ്ഞുവെന്ന ചോദ്യത്തിനുള്ള ഉത്തരം 32-ാമത്തെ വചനത്തിലുണ്ട്. നീ പഠിപ്പിച്ചതല്ലാത്ത വിവരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. 2-ാം അധ്യായം 32-ാം വചനം. സൃഷ്ടിക്കാൻ പോകുന്ന ഖലീഫയ്ക്ക് സ്വതന്ത്രമായ വിവേചനാധികാരമുണ്ടാകുമെന്നും അവർ അധമരായാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരും ചോര ചിന്തുന്നവരുമായി തീരുമെന്നും ഉന്നതരായാൽ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരായി തീരുമെന്നുമുള്ള അറിവ് അവൻ തന്നെ മലക്കുകൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് വിവരമറിയിച്ചപ്പോഴുള്ള മലക്കുകളുടെ സംശയം. സ്വതന്ത്രരായ ജിന്നുകൾക്കിടയിലുള്ള കുഴപ്പങ്ങളും കലാപങ്ങളും ഈ സംശയത്തെ ബലപ്പെടുത്തിയിരിക്കാം. ജിന്നുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് മാത്രമായാണ് മലക്കുകൾ ഇങ്ങനെ സംശയമുന്നയിച്ചതെന്ന് കരുതിയാൽ അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും
പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുകയെന്ന മനുഷ്യരുടെ ധന്യമായ മുഖത്തെക്കുറിച്ച് മലക്കുകൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ചോദ്യമുയരും. മനുഷ്യാസ്തിത്വത്തിന്റെ ധന്യവും വികൃതവുമായ മുഖങ്ങളെക്കുറിച്ച് അള്ളാഹു നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു അവരുടെ സംശയമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം എന്ന സംശയത്തിനുള്ള അള്ളാഹുവിന്റെ മറുപടിയിലും പ്രതിഫലിക്കുന്നത് ഇക്കാര്യം തന്നെയാണ്. അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത സാധ്യതകൾ കൂടി മനുഷ്യാസ്തിത്വത്തിനുണ്ട് എന്ന വസ്തുത. അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും പരിശുദ്ധിയെ വാഴ്ത്തുകയുമാണ് മനുഷ്യാസ്തിത്വത്തിന്റെ ധന്യമായ മുഖത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കേവലമായ ധ്യാനജീവിയായാണ് മനുഷ്യരെ ഖുർആൻ പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൂടാത്തതാണ്. ദൈവീക മഹത്വത്തിന്റെ പ്രകീർത്തനവും പരിശുദ്ധിയെ വാഴ്ത്തലുമെല്ലാം കേവലമായ അധര വ്യായാമങ്ങളായല്ല, ജീവിത നിലപാടിന്റെ പ്രഖ്യാപനമായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഗാർഹിക ജോലികൾ ചെയ്ത് പ്രയാസപ്പെടുന്ന തന്റെ മകൾ ഫാത്തിമയുടെ ഒരു വേലക്കാരനെ ഏർപ്പെടുത്തി തരണമെന്ന അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് അതിനു പകരമായി അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടായിരിക്കണം. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്തത്. സമ്പന്നർ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുമ്പോൾ സാധുക്കളായ തങ്ങൾക്ക് അവരുമായി മത്സരിക്കാനാവുന്നില്ലെന്ന് പരാതി പറഞ്ഞ ദരിദ്രനോട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താനാകില്ലെന്ന് നിർദ്ദേശിച്ചതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്തത് മറ്റൊന്നുകൊണ്ടുമാകാനിടയില്ല. പ്രകീർത്തനങ്ങൾ അള്ളാഹുവിന്, സ്തുതികളും അവനു തന്നെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിവസേന 100 തവണ പറഞ്ഞാൽ സമുദ്രത്തിലെ പതകൾക്ക് സമാനമാണ് പാപങ്ങളെങ്കിലും അവ പൊറുക്കപ്പെടുമെന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തത്. രാവിലെയും വൈകുന്നേരവും 100 തവണ വീതം അങ്ങനെ പറഞ്ഞാൽ അതിന് തുല്യമായ യാതൊന്നുമായും ആരും തന്നെ പുനരുത്ഥാന നാളിൽ വരികയില്ലെന്നും അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം നിവേദനം ചെയ്തത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതുമായ 2 വചനങ്ങളിലൊന്ന് അതാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം നിവേദനം ചെയ്തത്. എല്ലാമുള്ള പ്രവാചക നിർദ്ദേശങ്ങൾ പ്രസ്തുത ധ്യാന വചനങ്ങളിൽ നിന്നുണ്ടാവുന്ന ജീവിത നിലപാടിന്റെ മഹത്വം കൂടിയാണ് പ്രഖ്യാപിക്കുന്നത്. നഹ്നു നുസബ്ബിഹ് ബിഹംദിക എന്ന വചനഖണ്ഡത്തെയാണ് ഞങ്ങൾ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നുവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റിന്റെ മഹത്വത്തെക്കുറിച്ചാണ് മുകളിൽ സൂചിപ്പിച്ച ഹദീസുകളിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത്. സീൻ ബ ഹ ത്രയാക്ഷരങ്ങളിൽ നിന്നുണ്ടായ സുബ്ഹാനിന്റെ ഭാഷാപരമായ അർത്ഥം എന്തിലെങ്കിലും പൊങ്ങിക്കിടക്കുക, നീന്തിത്തുടിക്കുക എന്നെല്ലാമാണ്. ആകാശഗോളങ്ങൾ അവയുടെ പഥങ്ങളിൽ നിന്ന് തെറ്റാതെ നീന്തിത്തുടിക്കുന്നതിന് ഖുർആനിൽ യസ്ബഹൂൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. 21-ാം അധ്യായം 33-ാം വചനം, 36-ാം അധ്യായം 40-ാം വചനം. നീന്തി ഒഴുകി വരുന്നത് എന്ന അർത്ഥത്തിൽ സബഹൻ എന്നും ഖുർആനിലുണ്ട്. 79-ാം അധ്യായം 3-ാം വചനം. സീൻ ബ ഹ ത്രയാക്ഷരങ്ങളാലുള്ള പദങ്ങൾ ഉപയോഗിച്ച 92 ഖുർആൻ വചനങ്ങളിൽ 88 വചനങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന പരാമർശങ്ങളാണുള്ളത്. എല്ലാവിധ കളങ്കങ്ങൾക്കും മുകളിൽ പൊങ്ങി നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ അസ്തിത്വമെന്ന് അംഗീകരിക്കുകയാണ് അവനെ പ്രകീർത്തിക്കുന്നവൻ ചെയ്യുന്നത്. അവർ ഉണ്ടാക്കി പറയുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധൻ. 37-ാം അധ്യായം 159-ാം വചനം എന്ന് പറയുന്നിടത്തും അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധൻ 52-ാം അധ്യായത്തിൽ 43-ാം വചനം എന്ന് പറയുന്നിടത്തും എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മുക്തമായവനായി അള്ളാഹുവിനെ അവതരിപ്പിക്കുവാൻ സുബ്ഹാനല്ലാഹ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധനാണവൻ. അവർ പറഞ്ഞുണ്ടാക്കിയതിൽ നിന്നെല്ലാം ഉന്നതനും അത്യുന്നതൻ. 17-ാം അധ്യായം 43-ാം വചനം എന്ന് പറയുന്നിടത്ത് സുബ്ഹാനഹു എന്നാണുള്ളത്. തെറ്റുകൾ പറ്റാത്തവനും
കളങ്കമൊന്നുമില്ലാത്തവനുമായി അള്ളാഹുവിനെ അംഗീകരിക്കുകയാണ് സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയുന്നവൻ ചെയ്യുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. കേവലമായി നിന്നെ പ്രകീർത്തിക്കുന്നുവെന്ന് പറയാതെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. നുസബ്ബിഹ് ബിഹംദിക എന്നാണ് ഇവിടെ മലക്കുകൾ പറയുന്നതെന്ന കാര്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ ഹംദിനെയാണ് ഇവിടെ തസ്ബീഹ് ചെയ്യുന്നത്. തഹ്മീദിനെയും തസ്ബീഹിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി വചനങ്ങൾ ഖുർആനിലുണ്ട്. 17-ാം അധ്യായം 44-ാം വചനം, 20-ാം അധ്യായം 130-ാം വചനം, 25-ാം അധ്യായം 58-ാം വചനം, 32-ാം അധ്യായം 15-ാം വചനം, 39-ാം അധ്യായം 75-ാം വചനം, 40-ാം അധ്യായം 7-ാം വചനം, 40-ാം അധ്യായം 55-ാം വചനം, 42-ാം അധ്യായം 5-ാം വചനം, 50-ാം അധ്യായം 39-ാം വചനം, 52-ാം അധ്യായം 48-ാം വചനം, 110-ാം അധ്യായം 3-ാം വചനം. മലക്കുകൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഹംദിനെ തസ്ബീഹ് ചെയ്യുകയാണ്. 39-ാം അധ്യായം 75-ാം വചനം, 40-ാം അധ്യായം 7-ാം വചനം, 42-ാം അധ്യായം 5-ാം വചനം. സപ്തവാനങ്ങളും അവയിലുള്ളവയും എല്ലാം ചെയ്യുന്നതും 17-ാം അധ്യായം 44-ാം വചനം അത് തന്നെ. പ്രവാചകനോട് കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യുവാനാണ്. 20-ാം അധ്യായം 130-ാം വചനം, 25-ാം അധ്യായം 58-ാം വചനം, 40-ാം അധ്യായം 55-ാം വചനം, 50-ാം അധ്യായം 39-ാം വചനം, 52-ാം അധ്യായം 48-ാം വചനം, 110-ാം അധ്യായം 3-ാം വചനം. യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞിരിക്കുന്നതും അള്ളാഹുവിന്റെ ഹംദിനെ തസ്ബീഹ് ചെയ്യുന്നവരായിരിക്കും അവരെന്നാണ്. 32-ാം അധ്യായം 15-ാം വചനം. ഹംദിനെ കുറിച്ച് ഫാത്തിഹയുടെ ആസ്വാദനത്തിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. കൃതജ്ഞതയുൾക്കൊള്ളുന്ന സ്തുതിയാണ് ഹംദ്. അവന്റെ മഹത്വം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്തുതി. തനിക്കുണ്ടാവുന്ന സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതായതുപോലെ അവന്റെ വ്യവസ്ഥയുടെ ഭാഗമായി തനിക്കുണ്ടാവുന്ന ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കാണാൻ കഴിയുന്നവർക്ക് അവനെ സ്തുതിക്കാനാവൂ. തനിക്ക് സുഖങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നൽകുന്ന വ്യവസ്ഥകളുടെ മുഴുവൻ രക്ഷിതാവിനെ കൃതജ്ഞതാപൂർവം സ്തുതിക്കുന്നവർ ജീവിതത്തെ സൃഷ്ടിപരമായി മാത്രം നോക്കിക്കാണുന്നവരായിരിക്കും. അവൻ അന്യൂനനാണെന്ന് മനസ്സിലാക്കുകയും അവനിൽ നിന്നുണ്ടാവുന്നതെല്ലാം നന്മയാണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയൂ. പ്രസ്തുത ഉൾക്കൊള്ളലായിരിക്കണം ആ വചനത്തിന് അള്ളാഹുവിന്റെ തുലാസിൽ അത്രയ്ക്കും കനമുണ്ടാക്കുവാൻ കാരണം. അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക കൂടി ചെയ്യുന്നവരായിരിക്കും ധന്യമായ ജീവിതം നയിക്കുന്നവർ എന്നുകൂടി മനസ്സിലാക്കുന്നതോടെ മനുഷ്യ മഹത്വത്തിന്റെ പാരമ്യത്തിലെത്താനുള്ള മാർഗം എന്താണെന്ന് വ്യക്തമാവുന്നു. അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവർക്ക് അവനിൽ നിന്നുള്ള മാർഗദർശന പ്രകാരമല്ലാതെ ജീവിക്കാനാവില്ല. പരിശുദ്ധനായ അവനിൽ നിന്നുള്ള ജീവിത ദർശനമാണ് തന്റെ പരിശുദ്ധിക്കും ആവശ്യമെന്ന ബോധം സ്വാഭാവികമായും അത്തരക്കാർക്കുണ്ടാവും. അങ്ങനെയുള്ള ജീവിതമാണ് മനുഷ്യരെ ഖിലാഫത്തിന്റെ സൃഷ്ടിപരമായ തലങ്ങളിലേക്ക് നയിക്കുന്നത്. നാഗരികതകൾ സൃഷ്ടിക്കുന്നവരായ മനുഷ്യർ ധാർമ്മികമായ ജീവിതം നയിക്കാൻ കൂടി സന്നദ്ധമായാൽ ഭൂമിയിൽ ഏറെ നന്മ വിരിയിക്കാൻ അവർക്ക് കഴിയും. മരണാനന്തരം നന്മകളുടെ കേദാരമായ സ്വർഗം കാത്തിരിക്കുന്നതും അവർക്ക് വേണ്ടിയാണ്.